സുഹൃത്തുക്കളെ, ഞാൻ രമ. ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്നൊരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റാണ് ഞാൻ. ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടന 1832 അതിന്റെ രജിസ്റ്റേർഡ് നമ്പർ. ഞാനും അച്ഛനില്ലാത്ത 2 കുട്ടികളെ വളർത്തിയ ഒരാളാണ്. പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം. നമുക്ക് മക്കളെ പ്രസവിക്കാം, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല. അപ്പൊ മലയാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ്. നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും, ഇനി ഒരു ജനറേഷൻ, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരും എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല. ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാനത് നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ, അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡൽഹി മലയാളി കൂട്ടായ്മയുടെ പ്രസിഡന്റ് രമാ മേഡത്തിന്റെ ഒരു വോയിസ് പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഷാജിദ ഷാജിയുടെ പ്രതികരണവും വന്നിരുന്നു. മുഖം കാണിക്കാത്ത ഒരു വോയിസ് ഇപ്പോൾ യൂട്യൂബിൽ കറങ്ങി നടക്കുന്നുണ്ട് എന്നും താൻ അറിയാത്ത പോലീസും പട്ടാളവും കോടതിയും ഒന്നുമില്ല എന്നും തെറി പറയുന്ന ചാനലുകൾ പൂട്ടിച്ചില്ലെങ്കിൽ രമാ മേഡത്തിനെ ആണും പെണ്ണും കെട്ടവളെന്ന് ഞാൻ വിളിക്കുമെന്ന് ഷാജിദ ഷാജി അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. മുഖം കാണിച്ചു കൊണ്ട് തന്നെ രമാ മേഡം അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. നമുക്കത് കാണാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് രമാ മേഡത്തിന്റെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലേക്ക്. സുഹൃത്തുക്കളെ, ഞാൻ രമ. ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്നൊരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റാണ്. എന്റെ പേരിലൊരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല. എങ്കിലും എന്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറെ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറെ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഡൽഹി മലയാളി അസോസിയേഷൻ എന്നോ എയ്മ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എയ്മയുടെ ഡൽഹി മലയാളി അസോസിയേഷന്റെയും ബോൾഡ് ഡൽഹി മലയാളി അസോസിയേഷന്റെയും ഭാരവാഹിയല്ല. ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടന 1832 അതിന്റെ രജിസ്റ്റേർഡ് നമ്പർ. 1832 1832. ഇത് വേണമെങ്കിൽ ഇട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും. ഞാൻ അതിൽ പ്രതികരിച്ചത്, ഞാനും അച്ഛനില്ലാത്ത 2 കുട്ടികളെ വളർത്തിയ ഒരാളാണ്. പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം. നമുക്ക് മക്കളെ പ്രസവിക്കാം, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ ആ യൂട്യൂബർ എന്റെ ശത്രുവല്ല, അവരെന്റെ മിത്രമല്ല. എനിക്ക് അവരറിയത്തില്ല. 38 വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയും തോന്നേണ്ട കാര്യമില്ല. സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടാകെ ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്, രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അപ്പൊ മലയാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ്. നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും, ഇനി ഒരു ജനറേഷൻ, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരും എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല. പിന്നെ ഞാനിത് പറഞ്ഞത് ഈ കുറച്ച് ചാനലുകളൊന്നും ഞാൻ കാണാറില്ലെങ്കിലും ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി. കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാനത് നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ, അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു 6 തവണ നാട്ടിൽ വരുന്ന, അതായത് ശനിയും ഞായറുകളും ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയും ഞായറും, ശനിയാഴ്ച വരും, ഞായറാഴ്ച രാത്രി നിൽക്കും, തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല. പിന്നെ എനിക്ക് മുഖമില്ലാതെയില്ല, എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട്. എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ്. നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് തന്നെയാണ്. പക്ഷെ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമയെ ചോദിച്ചാൽ അറിയില്ല.
ഡൽഹി മലയാളി കൂട്ടായ്മ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്റെ വിഷയമല്ല. ഞാൻ എന്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാ. എനിക്ക് അതിനോട്ട് സമയമുള്ള ഒരാളുമല്ല. നമുക്ക് ഇവിടെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ചാനലല്ല, ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു, തെറി വിളിക്കുന്നു, അങ്ങനെയുള്ള കുറെ ചാനലുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറെ ചാനലുകൾ, അതായത് കുറെ പേര് എനിക്ക് കുറെ സ്ക്രീൻഷോട്ടുകളും കുറെ ലിങ്കുകളും ഒക്കെ അയച്ചു. ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല. കോടതിയിലെ കാര്യമാണ് അത്. ചിലപ്പോൾ പതുക്കെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. ആക്ഷൻ ഉണ്ടായാലും ഇപ്പൊ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത. അത് വിജയിക്കാതിരിക്കാം, അത് ശിക്ഷ കിട്ടാൻ, ശിക്ഷിക്കാതിരിക്കാം. പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോ ആ കുട്ടിക്ക് ജീവിക്കാൻ അധികാരമുണ്ട്, ജോലി ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷെ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട്. നമ്മളുടെ ഇടയിൽ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധകമാണ്. ഒരു മരണ വീട്ടിൽ ചെല്ലുക, അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക, അവിടെ ചെന്ന് ആ മരണം ആഘോഷിക്കുക, ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അതിനൊന്നും എനിക്കൊന്നും പറയാനുമില്ല. പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യര് മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല, നിങ്ങൾ എന്റെയും ശത്രുവല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ ജോലിയും എന്റെ സോഷ്യൽ വർക്കും എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് 10 പേര് അറിയാനോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട്, എനിക്ക് നല്ലൊരു പേരുമുണ്ട്. അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്ന് വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ്. മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാന്ന് വിചാരിച്ചത്. അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് ആരാടാണോ പറഞ്ഞിട്ടുള്ളത് അവരെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരെയും ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെന്റെ ഉത്തരവാദിത്വമല്ല. അതിലെനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ആ വോയിസിന്റെ ഉടമ ഞാൻ തന്നെയാണ്. ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ്. ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ആ വോയിസ് ഇട്ടതിന്റെ പകുതിയിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക്, ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ SP-ക്കും നമ്മുടെ ADGP-ക്കും പിന്നെ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും. 101% അത് ഫയൽ ചെയ്യും. പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ജയസൂര്യയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട്. പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ്. പക്ഷെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും ഞാൻ പറയുന്നു. ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ 4 ചുവടുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ, അബ്യൂസിംഗ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അത് സൂക്ഷിക്കേണ്ടതാണ്. അത് നിയമമാണ്. അത് നിയമം എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകമാണ്. അപ്പോൾ രമ മേഡം പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. ഇതിനു മുന്നേ നമ്മളും പറഞ്ഞിരുന്നു ഡൽഹി വേൾഡ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന്. അത് തിരുത്തുകയാണ്. അങ്ങനെയല്ല, ഡൽഹി മലയാളി കൂട്ടായ്മയുടെ പ്രസിഡന്റാണ് ഈ രമ മേഡം എന്ന് പറയുന്ന സ്ത്രീ. തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ ഡൽഹി മലയാളികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജയസൂര്യ കേസിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങൾ മലയാളികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് രമ മേഡം. രമ മേഡം പറയുന്നുണ്ട്, നമുക്ക് കുട്ടികളെ പോറ്റാം, പക്ഷേ തോന്നും പോലെ പോറ്റാൻ വേണ്ടി കഴിയുകയില്ല എന്നും ഈ നാട്ടിൽ അതിൻ്റെതായ നിയമങ്ങളും സംവിധാനങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആ സ്ത്രീ മരിച്ച വീട്ടിൽ പോയി തോന്നിവാസം പറയുന്നതും കുട്ടികളെ എടുത്തിരുത്തി തെറി പറയുന്നതും എല്ലാം കുറച്ച് വീഡിയോ അവർ കണ്ടിട്ടുണ്ട് എന്നും അതിൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് അതിന് പരാതിയുമായി മുന്നോട്ട് പോകുകയാണ്. മുഖം കാണിക്കാത്ത സ്ത്രീ അല്ല ഞാൻ എന്നും എൻ്റെ മുഖം ഇതാണ് എന്നും ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മയുടെ പ്രസിഡന്റ് തന്നെയാണ് എന്നും വരും ദിവസങ്ങളിൽ അത് ഷാജിദക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രമ മേഡം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഷാജിക്ക് വെറുതെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് പണി വാങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ പാലക്കാടുള്ള ഡ്രഗ് കൺട്രോൾ ഡയറക്ടർക്ക് പരാതി മെയിൽ അയച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും പാലക്കാട് നിന്ന് വെച്ച് അത് ഒരു FIR ഇട്ട് അന്വേഷണം ഉടൻ തന്നെ വരുന്നതും അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെ ചേർത്ത് ഷാജിക്കെതിരെ കേസും വന്നേക്കാം, അതുപോലെ തന്നെ അറസ്റ്റും ഉണ്ടായേക്കാം എന്നാണ്
നിയമവൃത്തങ്ങളിൽ നിന്ന് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. നമ്മൾ ഷാഹിദ ഷാജിയുടെ ക്രീമുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നില്ല. കാരണം ഒരു സ്ത്രീ അവർ 5 മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്നുള്ള നിലക്ക് അത്തരം ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ അത് ചെയ്യാതിരുന്നത്. എന്നാൽ അതും ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആ വൈറ്റനിങ് ക്രീം എന്തെല്ലാം അടങ്ങിയ കണ്ടൻ്റാണ്, അത് പൊതുജനങ്ങൾക്ക് മാരകമായ സൂക്കേടിന് ആധാരമായ ക്യാൻസർ പോലെയുള്ള സൂക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഘടകങ്ങൾ അടങ്ങിയതാണോ എന്നിവരെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത. തീർച്ചയായിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഷാഹിദ ഷാജി പറഞ്ഞ ചില ഡയലോഗുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അത് നൈറ്റ് വൈറ്റനിങ് ക്രീം അപ്പോൾ വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യുക. നമുക്ക് ചന്തം കൊണ്ട് ചിന്തിയിട്ട് പാറണ്ടേ. അപ്പൊ തേച്ച് കാണിച്ചു തരാട്ടാ നിങ്ങൾക്ക്. ആ ജിയാസൊക്കെ ഉറങ്ങി മോനെ, ഓനക്ക് പനിയാണ് മോനെ, ഓനക്ക് വയ്യ, പനിയാണ് ഓന് മരുന്ന് കഴിച്ചിട്ട് കിടന്ന്. ഇങ്ങനെ തേച്ചാ കിഡ്നി അടിച്ചു പോകും താത്താണോ? കിഡ്നി അടിച്ചു പോട്ടെ മോനെ, അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല. കിഡ്നി കൂടി അടിച്ചു പോകാനുള്ളൂ, അതും കൂടി അടിച്ചു പോട്ടെ. നല്ല ഇല്ലേ, അടിച്ചു പോട്ടെ. അടിച്ചു പോകാനുള്ളതാണ്. നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ്. എപ്പോ വേണമെങ്കിലും ഏത് വേണമെങ്കിലും അടിച്ചു പോകും. അടിച്ചു പൂസായി പോട്ടെ, മരിക്കാൻ ഒരു പേടിയില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി, മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിലിട്ടോളൂ. വെളുത്തിട്ട് പാറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രീം വാങ്ങി തേക്കാനാണ് ഷാജിദ പറയുന്നത്. അതുപോലെ തന്നെ കിഡ്നി അടിച്ചു പോകില്ലേ എന്നൊരാൾ ചോദിക്കുന്നത്. കാരണം ഇതിന്റെ മുന്നേ ഇറങ്ങിയ വൈറ്റനിങ് ക്രീം നമ്മുടെ ഒരുപാട് ആൾക്കാരെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ വരികയും അതുമായി ബന്ധപ്പെട്ട് അത് നിരോധിക്കുകയും അത് പ്രചരിപ്പിച്ചവർക്കെതിരെയും വിറ്റവർക്കെതിരെയും നമ്മുടെ ഗവൺമെന്റ് കേസെടുക്കുകയും അവരെ ജയിലടക്കുകയും എല്ലാം ചെയ്തതാണ്. പക്ഷേ ഇതൊന്നും ആലോചിക്കാതെയാണോ നമ്മുടെ ഷാജിദ ഈ ഒരു ബിസിനസ്സിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അതിൻ്റെ സൈഡ് എഫക്റ്റും അതുമായിട്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും പഠിച്ചതിന് ശേഷമാണോ എന്ന് സംശയമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഷാജിദയെ ഭാഗം തീർച്ചയായിട്ടും ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നിയമ നടപടി നേരിടേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അത് ഭാഗം ഷാജിദ തെളിയിക്കട്ടെ, അല്ലെങ്കിൽ അതിനുള്ള നടപടി തീർച്ചയായിട്ടും നേരിടേണ്ടതായിട്ട് വരും. ഏതായാലും ഇപ്പോൾ നമ്മുടെ രമാ മേഡം പരാതിയായി മുന്നോട്ട് തന്നെ പോവുകയാണ്. ഷാജിദ ഇത് ചോദിച്ചു വാങ്ങിയ പണിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. വളരെ മോശകരമായ രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഈ രമാ മേഡത്തിനെതിരെ ഷാജിദ തുറന്നുവിട്ടത്. ഷാജിദ പറഞ്ഞിരുന്നു, ആണും പെണ്ണും കെട്ടവളാണ് എന്ന് ഞാൻ വിചാരിക്കുമെന്നും തന്നെ പോലീസും കോടതിയും നിയമമൊന്നും കാണിച്ച് പേടിപ്പിക്കണ്ട എന്നാണ് പറഞ്ഞത്. കാരണം എനിക്കറിയാത്ത ഒരു നിയമവും കോടതിയും പട്ടാളവും ഒന്നും ഇവിടെ ഇല്ല എന്നൊരു രീതിയിലായിരുന്നു ഷാഹിദ ഷാജി സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ തികച്ചും പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 2 കാര്യങ്ങളും ഷാഹിദ ഷാജി നിയമത്തിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. ഒന്നാമത് മക്കളെ കൊണ്ട് അടുത്തിരുത്തി തെറി പറയിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരെ താൻ ഗുണ്ടകളാക്കി വളർത്തും, തല്ലണ്ട പ്രായമാകുമ്പോൾ തല്ലിക്കും എന്നാണ് ഷാജിദ ഇതിൻ്റെ മുന്നേ പറഞ്ഞത്. അതും ഒരു പ്രശ്നം തന്നെയാണ്. മക്കളെ നമ്മളെ മക്കളാണ്, നമുക്ക് ഇഷ്ടമുള്ളവരെ വളർത്താം. പക്ഷേ അവരെ നമ്മുടെ ഈ സമൂഹത്തിൽ തീർച്ചയായിട്ടും നല്ല പൗരന്മാരാക്കി വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ രക്ഷിതാക്കൾക്കും അതിൻ്റേതായ ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ നിയമത്തിൽ അതിനുള്ള വകുപ്പുകളുമുണ്ട്. അല്ലാതെ നമ്മളെ തോന്നിയ ഇഷ്ടത്തിന് എന്ത് തോന്നിവാസവും പറയാൻ വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി നമുക്ക് കുട്ടികളെ വളർത്താൻ വേണ്ടി സാധിക്കുകയില്ല. അത് ഷാജിദ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് ഒരുപാട് വീഡിയോയിൽ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. ഷാജിദ ഈ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് ചെയ്യുന്ന ഇത്തരം തോന്നിവാസങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അതൊരു പണി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ രമാ മേഡം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ നിയമപരമായിട്ട് നടപടിക്ക് കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നാളെ തന്നെ ചാനൽ അടച്ചു പൂട്ടുമെന്നോ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. നിയമ സംവിധാനമാണ്, കേസാണ്, പോലീസാണ്, കോടതിയാണ്. തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായ ചില ചട്ടങ്ങളും അതുപോലെ തന്നെ നിബന്ധനകളും അതിൻ്റേതായ സമയക്രമങ്ങളും പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ സമയക്രമങ്ങൾക്കനുസരിച്ച് മാത്രമേ നടപടിയും അതുപോലെ തന്നെ പരിപാടികളും എല്ലാം വരികയുള്ളൂ. അല്ലാതെ നാളെ തന്നെ യാതൊരു കാരണവശാലും അതിനുള്ള നടപടികൾ മുന്നോട്ട് വരികയില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഇതിനെതിരെ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും പാലക്കാടുള്ള സ്റ്റേഷനിലേക്കാണ് പരാതി പോയിരിക്കുന്നത്. തീർച്ചയായും അവിടെ നിന്ന് FIR ഇട്ട് അന്വേഷണം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഷാജിദ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഷാജിദക്ക് കഴിയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എങ്കിൽ മാത്രമേ ആ കുട്ടികളെ നല്ലോട്ട് പോറ്റാനും അതുപോലെ തന്നെ നല്ലൊരു ജീവിതം നയിക്കാനും ഇനിയെങ്കിലും ഈ തെറി പറയലും അതുപോലെ തന്നെ വൃത്തികെട്ട രീതിയിലുള്ള ലൈവുകളും അവസാനിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള വീഡിയോ ചെയ്ത് ഫാമിലി ബ്ലോഗ് ചെയ്തുകൊണ്ട് ഷാജിദക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.